സാംസ്കാരിക തലസ്ഥാനമെന്ന് നമ്മൾ പറയുന്ന തൃശ്ശൂരിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല ഉയരുക. ഇന്ന് രാവിലെ 10 മണി മുതൽ മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുടങ്ങും. സ്വർണ്ണക്കപ്പ് ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശ്ശൂർ നഗരത്തിൽ നിന്നെത്തും. സ്മിത ഹരിദാസും സൂരജ് സജിയും തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ആദ്യം സ്മിത ഹരിദാസിലേക്ക്. നമ്മുടെ എപ്പോഴും നമ്മുടെ കലോത്സവത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് സ്മിത. ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് സൂരജ്. കലോത്സവത്തിൻ്റെ ആവേശം തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരുപാട് കലാകാരന്മാരും കലാ സംഭവങ്ങളും അരങ്ങേറുന്ന തൃശ്ശൂരിലാണ് ഇത്തവണ. എന്തൊക്കെയാണ് സ്മിത, നിങ്ങളെന്ത് ചങ്ങാത്തത്തിലാണോ? ഞങ്ങളെപ്പോഴും ചങ്ങാത്തത്തിലല്ലേ. ചങ്ങാത്താണ് ഇവിടുത്തെ പ്രധാനം. പ്രത്യേകിച്ച് തൃശ്ശൂർ കലോത്സവ നഗരിയിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ്. SKN അറിയാലോ, നമ്മളെല്ലാ വർഷവും ഇവിടെ പൂരത്തിന് വന്നിട്ട് പുലിക്കളിക്ക് വന്നിട്ട് വല്ലാത്തൊരു ആവേശത്തിൽ നിൽക്കുന്ന അതേ ആവേശം ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിറങ്ങിയപ്പോൾ തുടങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ തൃശ്ശൂർക്കാർ ഈ കലോത്സവത്തെ. സാംസ്കാരിക നഗരമായ ഇവിടെ ആദ്യത്തെ 1ാം വേദിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത്തവണ പൂക്കളുടെ പേരുകളാണ് ഓരോ വേദികൾക്കും കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അത് പുഴകളുടെ പേരുകളായിരുന്നെങ്കിൽ ഇത്തവണ പൂക്കളുടെ പേരുകളാണ്. അതുമാത്രമല്ല, ഇതിന്റെ ലോഗോ മുതൽ നമുക്ക് കാണാം കലകളുടെ ഒരു സംഗമമാണ് ഇവിടെ. മോഹിനിയാട്ടം, തെയ്യം തിറ, വാഴ വച്ചിരിക്കുന്നു, ചെണ്ടമേളം, അങ്ങനെ മനോഹരമായൊരു നിറച്ചാർത്ത് നമുക്ക് ഇതിന്റെ ലോഗോയിൽ. ഇതിന്റെ ആദ്യ വേദിക്ക് മുൻപിൽ തന്നെ നിൽക്കുമ്പോൾ ഇതിന്റെ പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇന്നിപ്പോൾ എത്തുന്ന എല്ലാ അതിഥികളെയും കലാകാരന്മാരെയും അവരെ സ്വാഗതം ചെയ്യാനായിട്ട് ഇങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമാവുന്ന അവസാന മിനുക്ക് പണികൾ കാണാം. ഇവിടെ സൂരജ് ഉണ്ട്. സൂരജ് ഇങ്ങനെ ഓടി നടക്കുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കാര്യക്കാരനെ പോലെ സൂരജ് ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നു. സൂരജ്, ഇതിന്റെ ഒരു പരിപാടി എന്താണ്? ഇത് തന്നെയാണ് ഇത്തവണത്തെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. അതായത് ലോഗോയാണ് ശരിക്കും ഇത്തവണ പതാക ഉയർത്തുന്നതിന് വേണ്ടി കൊടിമരമായി സജ്ജീകരിച്ചിരിക്കുന്ന ലോഗോയാണ്. അതാ കലോത്സവത്തിന്റെ എണ്ണം പറയുന്ന ലോഗോ. അതോടൊപ്പം തന്നെ 46 മണികളുണ്ട്, അത് കലയെ സൂചിപ്പിക്കുന്നു. 64 മണികളുണ്ട്, അത് കലയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങി ഈ ലോഗോ തന്നെ ഒരു കൊടിമരമായി മാറ്റുന്നു, അല്ലെങ്കിൽ കൊടിമരമാക്കി മാറ്റുന്നു. നമുക്കിതിന്റെ സംഘാടകരുണ്ട്, അവരോടുകൂടി ചോദിക്കാം. ചേട്ടാ എന്താ ഇതിന്റെ ഒരു ഡിസൈൻ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങൾ? അങ്ങോട്ട് വരാം. അല്ല, ഇത് നമ്മൾ ഇവിടുത്തെ റിസപ്ഷൻ കമ്മിറ്റി, ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി തന്നിട്ടുള്ളൊരു അസൈൻമെൻ്റാണ് നമുക്ക്. ബേസിക്കലി ഞാൻ സ്കൾപ്റ്ററാണ്. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കലാധ്യാപകനാണ്. അപ്പോൾ കലോത്സവം എനിക്ക് ആദ്യമായിട്ടുള്ളതൊന്നുമല്ല. ഞാൻ ചെറുപ്പം തൊട്ടേ കലോത്സവ വേദികളിൽ വരുന്ന ഒരാളാണ്. ഇത് ഒരു ആദ്യത്തെ അസൈൻമെൻ്റാണ്. അതിൻ്റെ ഒക്കെ എന്തൊക്കെയുള്ളത് ഇതിൽ പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പറയാതെ തന്നെ മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളൊരു ആർട്ട് അധ്യാപനം, നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ ചിന്തിച്ചെടുക്കാൻ പറ്റുന്നത്? എന്തൊക്കെ ഉത്സവത്തിന്റെ ലോഗോയുണ്ട്. കലോത്സവത്തിന്റെ ലോഗോ ആക്ച്വലി ഇതല്ല. അതായത് അല്ല, കലോത്സവത്തിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന 64ാമത് കലോത്സവം. ഇത് ആ വീണയുണ്ടല്ലോ, അത് 6ആണ്, നമ്പർ 6ആണ്. പിന്നെ ആ ബ്രഷ്, അതാണ് നമ്മുടെ കൊടിമരം. ആ വീണയും ബ്രഷും പിന്നെ ആ ഒരു കൈ പോലെ പോകണുണ്ടോ, ഒരു കൈ ഒരു സജഷനാണത്. അതും ചേരുമ്പോൾ 64ആയി, 6ഉം 4ആയി. പിന്നെ ചിലങ്കമണികൾ 64ാമത് കലോത്സവം മാത്രമല്ല, 64 കലയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൂടിയാണ്. പിന്നെ ആനില്ലാത്ത തൃശ്ശൂർകാരനില്ല. ഞാൻ തൃശ്ശൂർകാരനാണ്. ഞാൻ തൃശ്ശൂർകാരനാണ്. അതൊരു നെറ്റിപ്പട്ടം കെട്ടിയ ഒരു കൊമ്പൻ്റെ ഒരു അബ്സ്ട്രാക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് നേരെ താഴത്തേക്ക് വരുമ്പോൾ ഒരു പാലറ്റ് ആവുന്നു. പാലറ്റിൽ കുറച്ച് കളേഴ്സ് ഉണ്ട്. പിന്നെ അത് മ്യൂസിക്കിലെ ജി ക്ലിഫ് കൂടിയാണത്. ഇങ്ങനെയാണ് വന്നിട്ട് അത് ഉച്ചസ്ഥായിയിൽ വായിക്കുന്ന സമയത്താണ് ജി ക്ലിഫ് ഉപയോഗിക്കുന്നത്. ഇലഞ്ഞിത്രമോളം ചെണ്ടയില്ലാത്ത തൃശ്ശൂർക്കാരില്ല. അപ്പോൾ ചെണ്ട ഉച്ചസ്ഥായിൽ വായിക്കുന്നതാണ്. അപ്പോൾ കലോത്സവം ഏറ്റവും ഉച്ചസ്ഥായിൽ തന്നെ അവിടെ നടക്കട്ടെ എന്നുള്ളൊരു. അതാണ് SKN. അപ്പോൾ പല രീതിയിലാണ് ഈ ഒരു ആർട്ട് ഫോമിനെ ശരിക്കും ഓരോരുത്തരും ആസ്വാദകൻ നോക്കി കാണുന്നത് പോലെയാണെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഈ കലകളുടെ ഒരു മേളം. അതുപോലെ തന്നെ നമ്മുടെ ഈ പൂരത്തിന്റെ മുഖ്യ ആകർഷണം പാണ്ടിമേളമാണ്. പാണ്ടിമേളത്തിന്റെ ഒരു പതിപ്പ് നാളെ 9 മണിക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ചേർന്ന് നടത്തും. അങ്ങനെ ഒരു മേളത്തിലാണ് ശരിക്കും. അതുപോലെ ഇന്ന് കലവറ നിറയ്ക്കലുണ്ട്. ആദ്യമായിട്ട് എത്തുന്ന കലാകാരന്മാരുടെ കുട്ടികളുടെ മത്സരാർത്ഥികളുടെ ടീമിനെ സ്വീകരിക്കലുണ്ട്. ഇന്നിങ്ങനെ പൊടി പൂരമാണ്. പൂരത്തിന് ഈ ചെറിയ താളം
താളത്തിൽ കൊട്ടിക്കയറി മേളപ്പെരുക്കത്തിനുള്ള ഒരുക്കം പോലെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വന്നു നിന്നാൽ രാവിലെ മുതൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെയുള്ള ആവേശപൂരമായിരിക്കും നമ്മൾ കാണാനിരിക്കുന്നത്. നമ്മുടെ പുലികളെത്തും ഉച്ചയോടുകൂടി, അതായത് 2 മണിക്കാണ് ഇതിന്റെ ഒരു വിളംബര ജാഥ തുടങ്ങുക. ആ സമയത്ത് നമ്മുടെ ഫുൾ ടീം തൃശ്ശൂരിലേക്ക് എത്തും. നമ്മൾ ഉറപ്പായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുകയാണ്. SKN ഇങ്ങനെ കലയുടെ ഈ മാമാങ്കം നടക്കുന്ന തൃശ്ശൂർ പൂരനഗരിയിലും കൂടി ആകുമ്പോൾ, കലകളുടെ സമ്മേളനം സാംസ്കാരിക നഗരിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. വരിയായി നിരയായി ഇങ്ങനെ കലാകാരന്മാരും കലാകാരികളും വന്നുകൊണ്ടേയിരിക്കും. അധ്യാപകരെയൊക്കെ ഇന്നലെ നമ്മൾ കുറേ പരിചയപ്പെട്ടിരുന്നു. ഇവിടെ മാലിന്യമുക്തമാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാപ്പ് ഷോപ്പുകളുണ്ട്, അതായത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പുനരുപയോഗിക്കാൻ പറ്റിയ, പ്ലാസ്റ്റിക് ഇതിനകത്തേക്ക് കയറ്റാൻ പാടില്ല, പുനരുപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ട് നമ്മൾ അതിനെ ബാർട്ടർ സിസ്റ്റം പോലെ തിരിച്ചു വാങ്ങാൻ കഴിയും. അങ്ങനെ ആവശ്യത്തിനുള്ള കുടിവെള്ളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ. വരാനിരിക്കുന്ന പൂരം ഇനി പറഞ്ഞറിയിക്കാനില്ല. ഓക്കെ സ്മിത, നിങ്ങൾ രണ്ടുപേരൂടെ, ഞാൻ അവിടെ 1984 മസാല ദോശ കഴിച്ചൊരു കടയുണ്ട്, പത്തൻസ്, സൂരജിനറിയാം. അവിടെ പോയിട്ട് ഒരു നല്ല മസാല ദോശയും ഒരു ഉഴുന്നുവടയും, ഇത്തിരി ഹെവി ആയിട്ട് ഉഴുന്നുവട, അതും കൂടെ കഴിച്ചിട്ട് നല്ല ചായയും കുടിച്ചിട്ട് വരൂ. നമുക്കിനി വീണ്ടും കലോത്സവത്തിൻ്റെ വാർത്തകൾ പറയാനുണ്ട്. അപ്പോൾ താങ്ക് യു. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സ്മിത പൊളിയായിട്ടുണ്ടെന്ന്. ഓക്കെ, പൊളിക്കൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് കലോത്സവം കവർ ചെയ്യാനായിട്ട് അതിവിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടി കലോത്സവമാണ് തൃശ്ശൂർ നാളെ മുതൽ അരങ്ങേറാൻ പോകുന്നത്. പല അതിവിപുലമായ ഒരുക്കങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കലോത്സവം നമ്മുടെ ഗോൾഡൻ സ്ക്രീനിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കും. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.